ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൻ. നമ്മുടെ പ്രപഞ്ചം, യൂണിവേഴ്സ്, സ്പേസ് ഇവയെക്കുറിച്ച് അടുത്തറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്ക് തുടക്കം കുറിക്കുക സ്റ്റാർ വാർ സീരീസുകളോ ക്രിസ്റ്റഫർ നോളൻ എന്ന മജിഷ്യൻ തീർത്ത ഇൻറ്റർസ്റ്റെല്ലർ എന്ന വിസ്മയമോ അതുമല്ലെങ്കിൽ നമ്മളിൽ പല ബുക്കുകളിൽ നിന്നുമായി എത്തിച്ചേരുന്ന ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചോ വോം ഹോളുകളെക്കുറിച്ചോ ഉള്ള ആശ്ചര്യപ്പെടുത്തുന്ന അറിവുകൾ ഒന്നിൽ നിന്നുമായിരിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അടുത്തറിയുവാൻ ശ്രമിക്കുന്നത് ബ്ലാക്ക് ഹോളുകൾ അല്ലെങ്കിൽ തമോ ഗർത്തങ്ങളെക്കുറിച്ചാണ്. ഇൻറ്റർസ്റ്റെല്ലർ മൂവിയിൽ എൻഡുറൻസ് സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും കൂപ്പറും ടാസ് റോബോട്ടും ഇജക്റ്റ് ചെയ്യുകയും ഗർഗോഞ്ചോ ബ്ലാക്ക് ഹോളിൻ്റെ ഗുരുത്വാകർഷണത്തെ തുടർന്ന് എഡ്മണ്ട് പ്ലാനറ്റിൽ എത്തിച്ചേരുവാൻ ശ്രമിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മളിൽ അതിശയം ജനിപ്പിക്കുന്നതാണ്. മൂവിയിൽ കഥാപാത്രത്തിൻ്റെ പ്ലോട്ട് സെറ്റ് ചെയ്യുവാനായി ആ രംഗങ്ങളിൽ കൂപ്പർ രക്ഷപ്പെടേണ്ടത് അനിവാര്യമായിരുന്നു. എന്നാൽ ഒരു യഥാർത്ഥ ബ്ലാക്ക് ഹോളിൻ്റെ സമീപമായിരുന്നു കൂപ്പർ എത്തിപ്പെട്ടിരുന്നതെങ്കിൽ കൂപ്പറിന് എന്തായിരിക്കും സംഭവിക്കുകയുണ്ടായിരുന്നത്? അത് നമുക്ക് വീഡിയോയിൽ മുന്നോട്ട് പോകുന്ന സമയം വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വരുന്ന ബ്ലാക്ക് ഹോളുകൾ? നമ്മുടെ സൂര്യനെക്കാളും 8 മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങൾ. കാലം കഴിയും തോറും അവിടെ ഇന്ധനം കത്തിത്തീരുകയും അതായത് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്തുകൊണ്ട് ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിഭാസം. ഒരു നക്ഷത്രം അത് നക്ഷത്രമായി തന്നെ നിലനിൽക്കണമെങ്കിൽ അതിന് നിരന്തരമായി ഈ പ്രതിഭാസത്തിലൂടെ കടന്നു പോകേണ്ടതായുണ്ട്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ നക്ഷത്രങ്ങളും നിലനിന്ന് പോകുന്നത് നക്ഷത്രങ്ങളുടെ ഗുരുത്വാകർഷണം അകത്തേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ, അതായത് ഇൻവേർഡ് പുള്ള് ചെയ്യുമ്പോൾ അതിന് പകരമായി ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമുണ്ടാകുന്ന എനർജി പുറത്തേക്ക് പോകുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ബാലൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളായി നിലനിന്ന് പോരുന്നത്. എന്നാൽ സൂര്യനെക്കാളും 8 മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങളിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ തീരുന്ന സമയം ഗുരുത്വാകർഷണ ബലത്തെ ബാലൻസ് ചെയ്യാനുള്ള എനർജി ഇല്ലാത്തത് കൊണ്ട് തന്നെ നക്ഷത്രത്തിൻ്റെ കോറ് കൊളാപ്സ് ആകുകയും ബാഹ്യപാളികൾ പുറത്തേക്ക് തെറിക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടന്നതിന് ശേഷം പിന്നീട് ബാക്കിയായി വരുന്ന കോറിൻ്റെ മാസ് നമ്മുടെ സൂര്യൻ്റെ മാസിനേക്കാളും 3 മടങ്ങുണ്ടെങ്കിൽ ആ കോർ ഒരു പോയിന്റ് ഓഫ് ഇൻഫൈനൈറ്റ് ഡെൻസിറ്റിയിലേക്ക് കൊളാപ്സ് ആകുകയും ഒരു ബ്ലാക്ക് ഹോള് ജന്മമെടുക്കുകയും ചെയ്യുന്നു. നമ്മളൊരു ബ്ലാക്ക് ഹോളിനെ നിരീക്ഷിക്കുന്ന സമയം നമുക്ക് കാണുവാനായി സാധിക്കുക അതിൻ്റെ ഇവൻറ്റ് ഹൊറൈസണാണ്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആണ്. ഈ ഒരു ഭാഗത്ത് ഗുരുത്വാകർഷണം എത്ര സ്ട്രോങ് ആണെന്നാൽ ഒരിക്കൽ നമ്മൾ ഇവൻറ്റ് ഹൊറൈസൺ താണ്ടി കഴിയുകയാണെങ്കിൽ പ്രകാശത്തിന് പോലും പിന്നീട് പുറത്ത് കടക്കുവാനായി സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള ഇവൻറ്റ് ഹൊറൈസൺ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് തന്നെ ഇവൻറ്റ് ഹൊറൈസണോട് ചേർന്ന് കിടക്കുന്ന ഫോട്ടോൺ സ്പിയറിൻ്റെ സാന്നിധ്യമുള്ളതിനാലാണ്. ഒരിക്കൽ ഫോട്ടോൺ സ്പിയറിൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലത്തെ തുടർന്ന് പ്രകാശത്തിന് പിന്നീട് പുറത്തു പോകുവാൻ സാധിക്കാതെ വരികയും അത് ബ്ലാക്ക് ഹോളിനെ ഓർബിറ്റ് ചെയ്യുവാനായി ആരംഭിക്കുകയും ചെയ്യും. ശേഷം പതിയെ പതിയെ ബ്ലാക്ക് ഹോളിൻ്റെ ഗുരുത്വാകർഷണം കാരണം ഈ പ്രകാശകിരണങ്ങൾ അതേ ബ്ലാക്ക് ഹോളിലേക്ക് തന്നെ ചെന്ന് പതിക്കുകയും ചെയ്യുന്നു. കൂടാതെ ബ്ലാക്ക് ഹോളിന് സമീപം പോകുന്ന പ്രകാശത്തെ അത് ബെൻഡ് ചെയ്യുകയും ഡിസ്റ്റോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ഐൻസ്റ്റീൻ റിംഗ് പോലുള്ള ഫിനോമിനകളും നമുക്ക് ഒബ്സർവ് ചെയ്യുവാനായി സാധിക്കുന്നു. ഇനി രണ്ടാമതായി നമുക്ക് ബ്ലാക്ക് ഹോളുകളെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം ബ്ലാക്ക് ഹോളിന് സമീപമുള്ള പദാർത്ഥങ്ങൾ, ഇപ്പോൾ ഗ്യാസ്, ഡസ്റ്റ് തുടങ്ങിയവ ബ്ലാക്ക് ഹോളുകളുടെ ഇമ്മൻസ് ആയിട്ടുള്ള ഗ്രാവിറ്റിയെ തുടർന്ന് അതിനെ ഓർബിറ്റ് ചെയ്യുകയും അങ്ങനെ സ്പൈറലായി അതിനെ ഓർബിറ്റ് ചെയ്ത് ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവൻറ്റ് ഹൊറൈസണിൽ എത്തിച്ചേരുന്ന ഈ പദാർത്ഥങ്ങൾ ആക്സിലറേറ്റ് ചെയ്യുകയും ശേഷം ഗ്രാവിറ്റിയെ തുടർന്ന് കംപ്രസ് ചെയ്യുകയും അങ്ങനെ ഇതിനെ തുടർന്ന് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് അതിൻ്റെ താപനില ഉയരുകയും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രകാശം പുറപ്പെടുവിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹോളുകളുടെ അക്രിഡേഷൻ ഡിസ്ക് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻറ്റ് ഹൊറൈസൺ കൂടാതെ ടൈഡൽ ഫോഴ്സ് തുടങ്ങിയവ? ഒരു ബ്ലാക്ക് ഹോളിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് ഈക്വലോ അതിൽ കൂടുതലോ ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻറ്റ് ഹൊറൈസൺ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്, അവിടെ അതിന് വലയം വെക്കുന്ന മറ്റൊരു വസ്തുവുമുണ്ട്. ആ വസ്തു പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പോലും ബ്ലാക്ക് ഹോളിൻ്റെ ഗുരുത്വാകർഷണത്തെ ഓവർകം ചെയ്ത് പുറത്തു വരുവാനായിട്ട് സാധിക്കാത്ത ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് നോ റിട്ടേൺ അല്ലെങ്കിൽ ഇവൻറ്റ് ഹൊറൈസൺ എന്ന് വിളിക്കുന്നത്.
ഇതൊരു ഫിസിക്കലായിട്ടുള്ള ബൗണ്ടറി അല്ല, പകരം നമ്മുടെ ഫോട്ടോൺ സ്ഫിയറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബൗണ്ടറിയാണിത്. ഇനി എന്താണ് ടൈഡൽ ഫോഴ്സ്? ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുന്ന ഓരോ വസ്തുവും ദൂരത്തിനനുസരിച്ചുകൊണ്ട് അതിലനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണത്തിൽ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്നു. ഇതിനെ തുടർന്ന് വൺസ് ഇവന്റ് ഹൊറൈസൺ ക്രോസ് ചെയ്യുന്ന ഓരോ വസ്തുവും നശിച്ചു പോവുകയും ഇത് നമുക്ക് മുൻപോട്ട് പോകുന്ന സമയം സ്പെക്കാറ്റിഫിക്കേഷനും ഇൻറ്റർസ്റ്റെല്ലർ മൂവിയും വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എന്താണ് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ സിംഗുലാരിറ്റി? ഒരു ബ്ലാക്ക് ഹോളിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് അതിൻ്റെ സിംഗുലാരിറ്റിയാണ്. തിയററ്റിക്കലി ഒരു ബ്ലാക്ക് ഹോളിൻ്റെ മൊത്തം മാസം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇൻഫിനിറ്റ് ഡെൻസിറ്റിയുള്ള ഈ ഒരു സിംഗുലാരിറ്റിയിലായിരിക്കും. നമുക്കറിയാവുന്ന ഫിസിക്സിലെ എല്ലാ നിയമങ്ങളും വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു സിംഗുലാരിറ്റി. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ച് നമുക്കിതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അൺഡിഫൈൻഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റിസൾട്ടുകളായിരിക്കും. അതായത് ഡിവിഷൻ ബൈ സീറോ എന്ന പോലെ. അതായത് ഇൻഫൈനൈറ്റ് ഡെൻസിറ്റിയുള്ള സ്പേസ് ടൈമിനെ ഇൻഫൈനൈറ്റ് ആയിട്ട് കർവ് ചെയ്യുന്ന ഈ ഒരു ഭാഗം നമുക്കറിയാവുന്ന ഫിസിക്സിലെ എല്ലാ നിയമങ്ങളും തന്നെ വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സിംഗുലാരിറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ നിലവിലുള്ള അറിവുകൾ മാത്രം പോരാ, മുന്നോട്ടുള്ള കാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സിംഗുലാരിറ്റിനെ ഡിഫൈൻ ചെയ്യാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞതും നാളെ ഒരു കാലത്ത് ഇൻറ്റർസ്റ്റെല്ലർ യാത്രകൾ നടത്തുവാൻ മനുഷ്യൻ പ്രാപ്തരാകുമ്പോൾ അടുത്തറിയുവാനായി ആഗ്രഹിക്കുന്ന ബഹിരാകാശ വസ്തുക്കളിലൊന്നാണ് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ. ഒരു ബ്ലാക്ക് ഹോൾ എങ്ങനെ പിറവിയെടുക്കുന്നു എന്നത് വളരെ വിശദമായി തന്നെ മുൻപൊരിക്കൽ നമ്മൾ കാണുകയുണ്ടായിരുന്നു. സൂര്യനെക്കാളും അനേകം മാസുള്ള നക്ഷത്രങ്ങൾ അവയുടെ മരണസമയത്ത് വിവിധ പ്രതിഭാസങ്ങളിലൂടെ കടന്നു പോവുകയും പ്രകാശത്തിന് പോലും പുറത്തു പോകുവാൻ സാധിക്കാത്ത അത്രയും ഗുരുത്വാകർഷണം നിലനിൽക്കുന്ന സിംഗുലാരിറ്റിയിലേക്ക് കൊളാപ്സ് ചെയ്യുകയും സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ പിറവിയെടുക്കുകയും ചെയ്യുന്നു. ഒരു കാലഘട്ടം വരെ നമ്മുടെ ശാസ്ത്രലോകം ചിന്തിച്ചിരുന്നത് തമോഗർത്തങ്ങൾക്ക് മരണമില്ല എന്നും പതിയെ പതിയെ അവ വികസിച്ചുകൊണ്ടിരിക്കും എന്നുമായിരുന്നു. പക്ഷേ 1974 ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് റേഡിയേഷൻ എന്ന ആശയം മുൻപോട്ട് വെച്ചുകൊണ്ട് തമോഗർത്തങ്ങൾക്കും മരണമുണ്ടായിരിക്കാം എന്ന് വാദിക്കുകയുണ്ടായി. അവ പദാർത്ഥങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക മാത്രമല്ല ഹോക്കിങ്സ് റേഡിയേഷൻ വഴി പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് എന്ന് വാദിച്ചു. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് നമ്മൾ ശൂന്യമെന്ന് വിളിക്കുന്ന സ്പേസ് പോലും യഥാർത്ഥത്തിൽ ശൂന്യമല്ല. നിരന്തരമായി പാർട്ടിക്കിൾ ആൻറ്റിപാർട്ടിക്കിൾ പെയറുകൾ രൂപം കൊള്ളുകയും അവ നശിച്ചു പോവുകയും ചെയ്യുന്ന ക്വാണ്ടം ഫ്ലക്ച്വേഷൻസിൻ്റെ ഒരു സമുദ്രത്തിന് തുല്യമാണത്. ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് US-ലെ ലേസർ ഇൻ്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി അഥവാ ലിഗോ ഒബ്സർവേറ്ററി ബഹിരാകാശത്ത് രണ്ട് തമോ ഗർത്തങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ രൂപം കൊണ്ടുവരുന്ന ശബ്ദം നമ്മളെ കേൾപ്പിച്ച് തരികയുണ്ടായി. അന്നു മുതൽ തന്നെ പലരുടെയും ഉള്ളിൽ രൂപം കൊണ്ടുവന്ന പ്രധാന സംശയങ്ങളിലൊന്നാണ് നമ്മൾ സ്കൂളുകളിൽ ചെറുപ്പം മുതൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് ശബ്ദതരംഗങ്ങൾക്ക് സഞ്ചരിക്കുവാനായി ഒരു മാധ്യമം വേണമെന്നും ശൂന്യാകാശത്തിൽ കൂടി ശബ്ദതരംഗങ്ങൾ സഞ്ചരിക്കുകയില്ല എന്നും പിന്നെ എങ്ങനെ ശൂന്യാകാശത്ത് എവിടെയോ വെച്ച് രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിച്ച ശബ്ദം നമുക്ക് തിരിച്ചറിയുവാനായി സാധിച്ചു എന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗുരുത്വാകർഷണ തരംഗങ്ങൾ അഥവാ ഗ്രാവിറ്റേഷണൽ വേവുകളെക്കുറിച്ച് അടുത്തറിയേണ്ടതായുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ വേവ് അഥവാ ഗുരുത്വാകർഷണ തരംഗങ്ങൾ? നമുക്കറിയാം, പ്രകാശവും ശബ്ദവും സഞ്ചരിക്കുക തരംഗ രൂപത്തിലാണ്. എന്നാൽ ഗുരുത്വാകർഷണം എന്നത് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒന്നാണ്. അതിനെ നമ്മൾ ചിലപ്പോൾ ഫോഴ്സ് എന്ന് വിളിക്കും, എന്നാൽ മറ്റു ചിലപ്പോൾ മാസുള്ള വസ്തുക്കൾ സ്പേസ് ടൈമിനുണ്ടാക്കുന്ന ബെൻഡിങ് ആണ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള ഗുരുത്വാകർഷണം എങ്ങനെ തരംഗ രൂപത്തിൽ സഞ്ചരിക്കുവാനായി സാധിക്കും? യഥാർത്ഥത്തിൽ ഇവിടെ ഗുരുത്വാകർഷണമല്ല തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്നത്. പിന്നെ എന്താണ് ഗ്രാവിറ്റേഷണൽ വേവ് എന്നത്? 1915 ആൽബർട്ട് ഐൻസ്റ്റീൻ മുന്നോട്ട് വച്ച ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ നേരിട്ടുള്ള പ്രവചനങ്ങളിലൊന്നായിരുന്നു. എന്നാൽ ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി മാറിയതാകട്ടെ 2015 ലിഗോ ഒബ്സർവേറ്ററി ഈ തരംഗങ്ങളെ കണ്ടെത്തിയപ്പോഴായിരുന്നു. നമുക്കിതിനെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് നമുക്ക് ചുറ്റും
കുളങ്ങളും പുഴകളുമായി അനേക ജലാശയങ്ങൾ കാണപ്പെടുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ജലാശയത്തിൻ്റെ ഉപരിതലത്തെ അല്ലെങ്കിൽ സർഫസിനെ നമുക്ക് സ്പേസ് ടൈം എന്ന് വിളിക്കാം. ഈ സ്പേസ് ടൈമിന് ഏതെങ്കിലും ഭാരമുള്ള വസ്തുവിൻ്റെ ചലനത്തിൻ്റെ ഫലമായോ, അതുമല്ലെങ്കിൽ കൂട്ടിയിടിയുടെ ഫലമായോ, ഇനി അതുമല്ലെങ്കിൽ ചില വസ്തുക്കൾ അവയുടെ സ്വന്തം മാസിൻ്റെ ഫലമായോ അവിടെ സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യപ്പെടാം, അലകൾ രൂപം കൊള്ളാം, വലിച്ചു നീട്ടപ്പെടാം, കെർവ് ചെയ്യപ്പെടാം. ഇനി നമ്മൾ വളരെ സമാധാനമായി കിടക്കുന്ന ഏതെങ്കിലും ജലാശയത്തിന് മുകളിലേക്ക് വളരെ ഭാരമുള്ള ഒരു കല്ലെടുത്ത് ഇടുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ആ കല്ല് ജലാശയത്തിൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്നതിനെ തുടർന്ന് ആ ഭാഗത്തുള്ള ജലത്തിൻ്റെ ഉപരിതലം താഴേക്ക് പുഷ് ചെയ്യപ്പെടും. ഇതിനെ നമുക്ക് ഗുരുത്വാകർഷണം എന്ന് പറയാം. അങ്ങനെ നമ്മൾ ആ ജലാശയത്തിലേക്ക് എറിഞ്ഞ കല്ല് അവിടെ ചെന്ന് പതിച്ചതിനെ തുടർന്ന് ജലാശയത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് തരംഗങ്ങൾ രൂപം കൊള്ളുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. അങ്ങനെ ആദ്യം തരംഗങ്ങൾ രൂപം കൊള്ളുക ആ കല്ല് ചെന്ന് പതിച്ച ഭാഗത്തായിരിക്കും. അതിനുശേഷം അതിനടുത്ത ഭാഗം, പിന്നീട് അതിനപ്പുറമുള്ള ഭാഗം, അങ്ങനെ ആ തരംഗങ്ങൾ പുറമേലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഗുരുത്വാകർഷണ തരംഗങ്ങളും. വളരെ ആകസ്മികമായി വളരെ ഭാരമുള്ള വസ്തുക്കൾക്ക് ചലനം സംഭവിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ വലിയ മാസുള്ള വസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിക്കപ്പെടുമ്പോൾ സ്പേസ് ടൈമിന് മൊത്തത്തിൽ ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ടാവുന്നു. ഇവ തരംഗ രൂപത്തിൽ പ്രകാശത്തിൻ്റെ വേഗതയിൽ പുറമേലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും. ഈ തരംഗങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ മനുഷ്യന് ഓഡിബിളായ രൂപത്തിലേക്ക് മാറ്റുമ്പോഴാണ് ബഹിരാകാശത്ത് ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം ഈ ഭൂമിയിലിരുന്ന് നമുക്ക് കേൾക്കുവാനായി സാധിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, അനേകം ആയിരം പ്രകാശവർഷങ്ങൾ അകലെയുള്ള രണ്ട് തമോഗർത്തങ്ങൾ പരസ്പരം കൂടിച്ചേരുന്ന സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവ പരസ്പരം നേരിട്ട് കൂട്ടിയിടിക്കുക അല്ല ചെയ്യുന്നത്. പകരം അവ പരസ്പരം വലയം വെക്കുവാനായി ആരംഭിക്കുകയും പിന്നീട് ഗുരുത്വാകർഷണത്തെ തുടർന്ന് വലയം വെക്കുന്ന ഓർബിറ്റിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയും ശേഷം അവ ഒന്നായി മാറുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവ ഒന്നായി ചേരുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു സെക്കൻഡിൽ 100 കണക്കിന് തവണ പരസ്പരം വലയം വയ്ക്കുകയും ശേഷം രണ്ടും ചേർന്ന് ഒന്നായി മാറുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജലപ്പരപ്പിൽ ഒരു കല്ലെടുത്തെറിയുമ്പോൾ ഓളങ്ങൾ രൂപം കൊള്ളുന്നത് പോലെ നമ്മുടെ സൂര്യനും ഭൂമിയും ഗാലക്സികളും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന സ്പേസ് ടൈമിൽ റിപ്പിൾസ് അല്ലെങ്കിൽ അലകൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഗുരുത്വാകർഷണ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ രൂപം കൊള്ളുന്ന ഈ തരംഗങ്ങൾ സഞ്ചരിക്കുക പ്രകാശത്തിൻ്റെ വേഗതയിലായിരിക്കും. തുടക്കത്തിൽ വലിയ രീതിയിലുള്ള ഊർജം വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഇവ കുറെ സഞ്ചരിക്കുമ്പോൾ എനർജി പതിയെ പതിയെ നഷ്ടമാകുകയും അങ്ങനെ ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറം നടക്കുന്ന ഈ കൂട്ടയിടി ഭൂമിയിൽ എത്തിച്ചേരുമ്പോഴേക്കും ഭൂമിയെ പിടിച്ചു കുലുക്കുവാനുള്ള ശക്തി ഇവയ്ക്ക് കാണില്ല എങ്കിലും ലേസർ ഇൻ്റർഫെറോമീറ്റർ, ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി അഥവാ ലിഗോ പോലുള്ള ഇൻസ്ട്രുമെൻറ്റുകളുടെ സഹായത്തോടുകൂടി വളരെ കൃത്യതയോടെ ഇവയെ നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കുന്നതാണ്. ഇവിടെ ലിഗോ എന്നത് വളരെ ഭീമാകാരനായ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഏകദേശം 4 കിലോമീറ്ററോളം നീളം വരുന്ന 2 പെർപെൻഡിക്കുലർ ആംസുകൾ ഇതിനുണ്ട്. വളരെ ചുരുക്കത്തിൽ ലിഗോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ലേസർ ബീമിനെ 2 തുല്യ ഐഡൻറ്റിക്കൽ ബീമുകളായി ആദ്യം സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഓരോ ബീമും ഇൻ്റർഫെറോമീറ്ററിലുള്ള 2 പെർപെൻഡിക്കുലർ ആംസ് വഴി സഞ്ചരിക്കുകയും ശേഷം ഒരു മിററിൽ തട്ടി എവിടെയാണോ ഇവ സ്പ്ലിറ്റ് ചെയ്തത് അവിടെ തന്നെ തിരിച്ചു വന്ന് റീകമ്പൈൻ ചെയ്യുകയും ചെയ്യുന്നു. സാധാരണ അവസ്ഥയിൽ ഈ ലേസർ കിരണങ്ങൾ തുല്യദൂരം സഞ്ചരിക്കുകയും ശേഷം തിരിച്ചു വരികയും റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനെ തുടർന്ന് പരസ്പരം ക്യാൻസൽ ഔട്ടായി പോവുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ഡിറ്റക്ടറിൽ സിഗ്നൽ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ഗ്രാവിറ്റേഷണൽ വേവ് ഭൂമിക്ക് സമീപത്തുകൂടി കടന്നു പോകുന്ന സമയം സ്പേസ് ടൈമിന് വളരെ ചെറിയ രീതിയിലാണെങ്കിലും ഡിസ്റ്റോർഷൻ നടക്കുകയും അതിനെ തുടർന്ന് ഇൻ്റർഫെറോമീറ്ററിൻ്റെ ഒരാം വലിച്ചു നീട്ടപ്പെടുകയും മറ്റേയാം കംപ്രസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു പ്രോട്ടോണിൻ്റെ 1000-1 മാത്രം വിട്ടിൽ നടക്കുന്ന ഈ മാറ്റം മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല എങ്കിലും ലേസർ ബീംസിനെ റീകമ്പൈൻ ചെയ്യുന്ന സമയം പെർഫെക്റ്റ്ലി ക്യാൻസൽഡ് ആകാതെ വരികയും സിഗ്നലുകൾ ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ലിഗോ ഉപയോഗിച്ച് തരംഗങ്ങളെ തിരിച്ചറിയുന്ന സമയം
നമുക്ക് വളരെ പ്രിസിഷനോടുകൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒബ്സർവേറ്ററി മാത്രം മതിയാവുകയില്ല. അതിനാൽ തന്നെ ലിഗോ എന്ന് നമ്മൾ ചുരുക്കി പറയുന്നത് 2 പ്രധാനപ്പെട്ട ഒബ്സർവേറ്ററികൾ കൂടിച്ചേരുന്നതാണ്. ഏകദേശം 3000ഓളം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ 2 ഒബ്സർവേറ്ററികളിൽ ലഭിക്കുന്ന ഡേറ്റ ഒരുപോലെയാണെങ്കിൽ മാത്രമേ നമുക്കവിടെ ഗ്രാവിറ്റേഷണൽ വേവിനെ സ്ഥിരീകരിക്കുവാനായി സാധിക്കുകയുള്ളൂ. അതിനായി ഒന്നാമത്തെ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നത് US ഹാൻഫോർഡിലാണ്. ഇതിനെ നമ്മൾ ലിഗോ ഹാൻഫോർഡ് ഒബ്സർവേറ്ററി എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നതാകട്ടെ ലിവിങ്സ്റ്റണിലും. ഇതിനെ നമ്മൾ ലിവിങ്സ്റ്റൺ ഒബ്സർവേറ്ററി എന്നുമാണ് വിളിക്കുന്നത്. ഇവ രണ്ടിലും ഏതെങ്കിലും ഒരു ഒബ്സർവേറ്ററിയിൽ മാത്രമാണ് നമുക്ക് ഗുരുത്വാകർഷണ തരംഗങ്ങൾ ലഭിക്കുന്നതെങ്കിൽ അത് ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ തെളിവായി എടുക്കുവാനേ സാധിക്കില്ല. അത് അവിടെ നടക്കുന്ന എന്തെങ്കിലും ലോക്കൽ ഫിനോമിനൻ്റെ ഭാഗമായിരിക്കും. ഇനി ഇവ രണ്ടിലും ഏതാനും മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രേഖപ്പെടുത്തുന്ന തരംഗങ്ങൾ വിശദമായി പഠന വിധേയമാക്കിയതിന് ശേഷമാണ് ഗ്രാവിറ്റേഷണൽ വേവുകളെ തിരിച്ചറിയുന്നത്. ഇവിടെ 2 ലിഗോ ഡിറ്റക്ടേഴ്സ് മാത്രമാണുള്ളതെങ്കിൽ നമുക്കതിനെ ഒരു ഗ്രാവിറ്റേഷണൽ വേവാണ് ഇന്ന് സ്ഥിരീകരിക്കുവാനായി സാധിക്കും. എന്നാൽ അതിൻ്റെ ദിശയും ദൂരവും കൃത്യമായി അറിയണമെങ്കിൽ നമുക്ക് മൂന്നാമതായി മറ്റൊരു ഒബ്സർവേറ്ററി കൂടി വേണ്ടി വരും. ഇതാണ് ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്ന വിർഗോ എന്ന ഒബ്സർവേറ്ററി. ഇവ മൂന്നും ചേർന്നാൽ നമുക്ക് ദിശയും ദൂരവും ഏകദേശം കൃത്യമായി തന്നെ കണ്ടുപിടിക്കുവാനായി സാധിക്കും. എന്നാൽ പിന്നെയും കൃത്യതയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ പണിതുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ലിഗോ ഒബ്സർവേറ്ററിയും കൂടാതെ ജപ്പാനിൽ അണ്ടർഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒബ്സർവേറ്ററി. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞതും നാളെ ഒരു കാലത്ത് ഇൻഡർസ്റ്റെല്ലർ യാത്രകൾ നടത്തുവാൻ മനുഷ്യൻ പ്രാപ്തരാകുമ്പോൾ അടുത്തറിയുവാനായി ആഗ്രഹിക്കുന്ന ബഹിരാകാശ വസ്തുക്കളിലൊന്നാണ് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ. ഒരു ബ്ലാക്ക് ഹോൾ എങ്ങനെ പിറവിയെടുക്കുന്നു എന്നത് വളരെ വിശദമായി തന്നെ മുൻപൊരിക്കൽ നമ്മൾ കാണുകയുണ്ടായിരുന്നു. സൂര്യനെക്കാളും അനേകം മാസുള്ള നക്ഷത്രങ്ങൾ അവയുടെ മരണസമയത്ത് വിവിധ പ്രതിഭാസങ്ങളിലൂടെ കടന്നു പോവുകയും പ്രകാശത്തിന് പോലും പുറത്തു പോകുവാൻ സാധിക്കാത്ത അത്രയും ഗുരുത്വാകർഷണം നിലനിൽക്കുന്ന സിംഗുലാരിറ്റിയിലേക്ക് കൊളാപ്സ് ചെയ്യുകയും സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ പിറവിയെടുക്കുകയും ചെയ്യുന്നു. ഒരു കാലഘട്ടം വരെ നമ്മുടെ ശാസ്ത്രലോകം ചിന്തിച്ചിരുന്നത് തമോഗർത്തങ്ങൾക്ക് മരണമില്ല എന്നും പതിയെ പതിയെ അവ വികസിച്ചു കൊണ്ടിരിക്കും എന്നുമായിരുന്നു. പക്ഷേ 1974 ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് റേഡിയേഷൻ എന്ന ആശയം മുൻപോട്ട് വെച്ചുകൊണ്ട് തമോഗർത്തങ്ങൾക്കും മരണമുണ്ടായിരിക്കാം എന്ന് വാദിക്കുകയുണ്ടായി. അവ പദാർത്ഥങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക മാത്രമല്ല ഹോക്കിങ്സ് റേഡിയേഷൻ വഴി പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് എന്ന് വാദിച്ചു. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് നമ്മൾ ശൂന്യമെന്ന് വിളിക്കുന്ന സ്പേസ് പോലും യഥാർത്ഥത്തിൽ ശൂന്യമല്ല. നിരന്തരമായി പാർട്ടിക്കിൾ ആൻറ്റിപാർട്ടിക്കിൾ പെയറുകൾ രൂപം കൊള്ളുകയും അവ നശിച്ചു പോവുകയും ചെയ്യുന്ന ക്വാണ്ടം ഫ്ലക്ച്വേഷൻസിൻ്റെ ഒരു സമുദ്രത്തിന് തുല്യമാണത്. എന്നാൽ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻറ്റ് ഹൊറൈസനോട് ചേർന്ന് രൂപം കൊള്ളുന്ന പാർട്ടിക്കിൾ ആൻറ്റിപാർട്ടിക്കിൾ പെയറുകളിലൊന്ന് ബ്ലാക്ക് ഹോളിൻ്റെ ശക്തമായ ഗ്രാവിറ്റിയെ തുടർന്ന് ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുകയും ഒന്ന് എസ്കേപ്പായി പോവുകയും അനിലേഷൻ നടക്കാതെ തടയുകയും ചെയ്യുന്നു. അങ്ങനെ നെഗറ്റീവ് എനർജി പാർട്ടിക്കിൾ ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുന്ന സമയം പോസിറ്റീവ് എനർജി പാർട്ടിക്കിൾ സ്പേസിലേക്ക് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഹോക്കിൻസ് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇതിനെ തുടർന്ന് തമോഗർത്തങ്ങൾക്ക് ദ്രവ്യം പതിയെ പതിയെ നഷ്ടമാവുകയും ചെയ്യുന്നു. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫീൽഡ് ഇക്വേഷൻസ് അനുസരിച്ച് ബ്ലാക്ക് ഹോളിൻ്റെ എനർജിയും മൊമെൻറ്റും അതിലേക്ക് പതിക്കുന്ന പദാർത്ഥങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സാധാരണ പദാർത്ഥങ്ങൾ ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുന്ന സമയം അതിന് മാസ് കൂടുന്നത് പോലെ തന്നെ ഹോക്കിൻസ് റേഡിയേഷൻ്റെ ഫലമായി നെഗറ്റീവ് എനർജിയുള്ള പാർട്ടിക്കിളുകൾ തമോഗർത്തത്തിലേക്ക് പതിക്കുന്ന സമയം അതിന് തുല്യമായ മാസിൽ നഷ്ടം വരികയും ചെയ്യുന്നു. അതായത് സാധാരണ ഒരു അവസ്ഥയിൽ ബ്ലാക്ക് ഹോളിലേക്ക് ഒരു പദാർത്ഥം പതിക്കുന്ന സമയം നമ്മൾ അതിൻ്റെ മാസിനോട് കൂട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് മാസുള്ള ആൻറ്റി പാർട്ടിക്കിളുകൾ പതിക്കുന്ന സമയം ആ മാസ് നമ്മൾ അതിൽ നിന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വലിയ ഭീമാകാരന്മാരായ തമോഗർത്തങ്ങൾക്ക് സാവധാനം നടക്കുന്ന ഈ പ്രതിഭാസം കാലക്രമേണ ബ്ലാക്ക് ഹോളിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയും ഹോക്കിൻസ് റേഡിയേഷൻ്റെ അളവ് വർദ്ധിച്ചു വരികയും അവസാനം ബ്ലാക്ക് ഹോൾ ഇവാപ്പറേഷൻ എന്ന പ്രതിഭാസത്തിലൂടെ തമോഗർത്തങ്ങൾ മരണമടയുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇതിനെടുക്കുന്ന കാലയളവ് വളരെ വലുതായിരിക്കും.
നമ്മുടെ സൂര്യൻ്റെ അത്രയും മാസുള്ള ഒരു ബ്ലാക്ക് ഹോൾ ഇവാപ്പറേറ്റായി തീരണമെങ്കിൽ ഏകദേശം 10�64 വർഷങ്ങൾ വേണ്ടിവരും. അത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ പ്രായത്തെക്കാളും വളരെ കൂടുതലാണ്. ബിഗ് ബാങ്ങിനെ തുടർന്ന് രൂപം കൊണ്ടിട്ടുള്ള ചില പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോളുകൾ ഒരു പക്ഷേ ഇവാപ്പറേറ്റായി ചെയ്ത് തീർന്നിരിക്കാമെങ്കിലും നമ്മുടെ സൂര്യൻ്റെ അത്രയും മാസുള്ള ബ്ലാക്ക് ഹോളുകൾ ഇവാപ്പറേറ്റായി തീരുവാനായി ഇനിയും അനേകം കാലങ്ങൾ മുൻപോട്ട് പോകേണ്ടതായി തന്നെയുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നിലവിൽ ഹോക്കിങ്സ് റേഡിയേഷൻ എന്നുള്ളത് ഒരു കൺസെപ്റ്റ് മാത്രമാണ്. നേരിട്ടുള്ള എക്സ്പീരിമെൻ്റലായിട്ടുള്ളതോ ഡയറക്റ്റ് ആയിട്ടുള്ളതോ മറ്റൊരു എവിഡൻസുകളും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില ലബോറട്ടറി എക്സ്പീരിമെൻറ്റുകളുടെ തെളിവുകളല്ലാതെ ഹോക്കിങ്സ് റേഡിയേഷനെ മുൻപോട്ട് നിർത്തുവാനായി നമുക്ക് നിലവിൽ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിമെൻ്റലായിട്ടുള്ള തെളിവുകളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു കാലഘട്ടം വരെ തമോഗർത്തങ്ങളെക്കുറിച്ച് തെളിവുകളൊന്നുമില്ലാതെ തുടർന്നു പോന്നിരുന്ന സയൻസ് ഫിക്ഷൻ മാത്രമായിരുന്നു. തമോഗർത്തങ്ങളെക്കുറിച്ച് നമുക്ക് വിശ്വസനീയമായ ആദ്യ തെളിവുകൾ തന്നത് ഗുരുത്വാകർഷണ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കുവാനായി രൂപകൽപ്പന ചെയ്ത ലിഗോ ഒബ്സർവേറ്ററി ആയിരുന്നു. പിന്നീട് ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള വിവരങ്ങളും സൂചനകളും നൽകിയത് ചന്ദ്രയും എക്സവനും ന്യൂട്രോണും പോലെയുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് എക്സ്റേ എമിഷനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളായിരുന്നു. ബഹിരാകാശത്തുകൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തു തമോഗർത്തങ്ങളുടെ സമീപം എത്തുകയും ഗുരുത്വാകർഷണത്തെ തുടർന്ന് തമോഗർത്തങ്ങളുടെ അക്രഡിഷൻ ഡിസ്കിനെ വലയം വയ്ക്കുകയും അങ്ങനെ ആ വലയം വയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഇതിനെ തുടർന്ന് ശക്തമായ ഗുരുത്വാകർഷണവും ഫ്രിക്ഷനും മൂലം ചൂട് പിടിക്കുകയും കത്തി അമരുകയും ചെയ്യുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് ഡിഗ്രി താപനിലയിൽ വരെ എത്തുവാൻ സാധ്യതയുള്ള അക്രഡിഷൻ ഡിസ്കിലേക്ക് പദാർത്ഥങ്ങൾ പതിക്കുന്ന സമയം കത്തി അമരുകയും ഹൈ എനർജി റേഡിയേഷനായ എക്സ്റേ കിരണങ്ങൾ പുറന്തള്ളുകയും ചെയ്യുന്നു. അവിടെ അങ്ങ് ശൂന്യാകാശത്ത് വളരെ ചെറിയൊരു ഭാഗത്തു നിന്നും പുറന്തള്ളുന്ന ഈ ശക്തമായ എക്സ്റേ റേഡിയേഷൻ ഒരിക്കലും ഒരു നക്ഷത്രത്തിന് പുറന്തള്ളുവാനായി സാധിക്കുന്നതല്ല. പിന്നെ നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു എക്സ്പ്ലനേഷൻ തമോഗർത്തങ്ങൾ മാത്രമാണ്. പിന്നെയും കുറേ കൂടി ശക്തമായ തെളിവുകൾ തമോഗർത്തങ്ങളെക്കുറിച്ച് നമുക്ക് ലഭിച്ചത് 2019 ഇവൻ ഹൊറൈസൺ ടെലിസ്കോപ്പ് M87 എന്ന ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം പകർത്തിയതിലൂടെയായിരുന്നു. ഏകദേശം 55 മില്യൺ പ്രകാശവർഷങ്ങൾക്കും അപ്പുറം സ്ഥിതി ചെയ്യുന്ന M87 ചിത്രത്തെ വെറുതെ ഒരു ദിവസം നമ്മൾ തമോഗർത്തമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നില്ല. ഏകദേശം 2 വർഷങ്ങൾ എടുത്തുകൊണ്ട് അനേകം ശാസ്ത്രജ്ഞന്മാരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടീമുകൾ രൂപീകരിച്ച് അതിൽ 200 ശാസ്ത്രജ്ഞന്മാരും 60-ലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസും നടത്തിയ വിവിധ പഠനങ്ങളുടെ അവസാനം എല്ലാവർക്കും കിട്ടിയ ഉത്തരം അത് ഒന്ന് തന്നെയായിരുന്നു. അത് പിന്നെയും ലോകത്തിലെ തന്നെ ഇന്ന് ജീവനോടെയുള്ളതിൽ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാർ വീണ്ടും പഠനം നടത്തുകയും യാതൊരു തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തതിന് ശേഷം അനേകം തവണ പിന്നെയും നടത്തിയ തുടർ പഠനങ്ങൾക്ക് ശേഷം മാത്രമാണ് അതൊരു ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോഗർത്തമാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. നമ്മൾ നമ്മുടെ ആകാശത്തിലേക്ക് നോക്കുന്ന സമയം നമുക്ക് അനേകം നക്ഷത്രങ്ങളും ഗാലക്സികളും വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളുകളെ നമുക്ക് കാണുവാനായി സാധിക്കും. അങ്ങനെയുള്ള ബ്ലാക്ക് ഹോളുകളുടെ വളരെ വിചിത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം പരിശോധിക്കുന്ന സമയം നമ്മളത് നോക്കുകയാണെങ്കിൽ ആ ബ്ലാക്ക് ഹോളിൻ്റെ മുകളിലും താഴെയുമായി വളരെ ജ്വലിച്ച് നിൽക്കുന്ന അക്രഡിഷൻ ഡിസ്കുകൾ നമുക്ക് കാണുവാനായി സാധിക്കും. എന്നാൽ ഒരു യഥാർത്ഥ ബ്ലാക്ക് ഹോളിൻ്റെ മുകളിലും താഴെയുമായി ഇങ്ങനൊരു അക്രഡിഷൻ ഡിസ്ക് ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് വിദൂരതയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ മുകളിലും താഴെയുമായി ഇങ്ങനൊരു അക്രഡിഷൻ ഡിസ്ക് കാണപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? യഥാർത്ഥത്തിൽ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ ഈ ഒരു ഗുരുത്വാകർഷണത്തെ തുടർന്ന് ബ്ലാക്ക് ഹോളുകളുടെ ചുറ്റുമുള്ള സ്പേസ് ബെൻഡാകും. ആ സ്പേസ് ബെൻഡാകുന്നതിനെ തുടർന്ന് അതിനു ചുറ്റുമുള്ള പ്രകാശങ്ങളും ഈ കൂടെ കർവ് ചെയ്യപ്പെടും. നമ്മളൊരു ബ്ലാക്ക് ഹോളിൻ്റെ മുകളിലും താഴെയുമായി കത്തി ജ്വലിക്കുന്ന പോലെ കാണപ്പെടുന്ന അക്രഡിഷൻ ഡിസ്കുകൾ യഥാർത്ഥത്തിൽ ബ്ലാക്ക് ഹോളുകളുടെ പിൻഭാഗമാണ്. രണ്ടാമത്തെ വളരെ രസകരമായിട്ടുള്ള ഫാക്റ്റ്
നമ്മൾ സ്കൂളുകളിൽ ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ന്യൂട്ടൺസ് ഗ്രാവിറ്റിയാണ്. ന്യൂട്ടൺസ് തിയറി ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ക്ലാസിക്കൽ ഗ്രാവിറ്റി എന്നല്ല നമ്മൾ അതിനെ പറയും. അത് പ്രകാരം എന്താണ് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് രണ്ട് മാസ്സുള്ള വസ്തുക്കൾക്കിടയിൽ അനുഭവപ്പെടുന്ന ആകർഷണ ബലമാണ്. എഫ് ഈസിക്കൽ ടു ജി m1m2/r². എഫ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, m1 m2 എന്ന് പറയുന്നത് മാസസ്, ആർ എന്ന് പറയുന്നത് ഈ രണ്ട് മാസുകളുടെയും കേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലമാണ്. അപ്പോൾ ഇത് പ്രകാരം രണ്ട് മാസ്സുള്ള വസ്തുക്കൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ആ കാര്യം നോട്ട് ചെയ്യുക, ഫോഴ്സാണ് ന്യൂട്ടൺസ് തിയറി ഓഫ് ഗ്രാവിറ്റി പ്രകാരം ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു നിയമം നമ്മുടെ ബ്ലാക്ക് ഹോളുകളുടെ അവിടെ വർക്ക് ചെയ്യില്ല. ബ്ലാക്ക് ഹോളുകളിലും പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെയും കാര്യത്തിൽ ന്യൂട്ടൺസ് തിയറി ഓഫ് ഗ്രാവിറ്റി ഫെയിലാകും, അതവിടെ വർക്ക് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ രൂപപ്പെടുത്തിയ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് അല്ല, പകരം ഒരു മാനിഫെസ്റ്റേഷൻ ഓഫ് സ്പേസ് ടൈം കർവേച്ചറാണ്. വളരെ മാസ്സുള്ള വസ്തുക്കൾ അതിന് ചുറ്റുമുള്ള സ്പേസിനെ വാപ്പ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഒരു കർവ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിനെ തുടർന്ന് ഈ കർവേച്ചറിനെ തുടർന്ന് അതിനു ചുറ്റും നമ്മുടെ സ്പേസിലൂടെ സഞ്ചരിക്കുന്ന വസ്തുക്കൾ ഈ രൂപപ്പെടുന്ന കർവേച്ചറിൻ്റെ പാത്തിനെ ഫോളോ ചെയ്യും. അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായി നമ്മളൊരു ഷീറ്റ് ഓഫ് ഫാബ്രിക് എടുക്കുകയാണ്. ആ ഫാബ്രിക്കിന് മുകളിൽ വളരെ മാസ്സുള്ളൊരു ബോൾ വെക്കുന്നു. അപ്പം ആ ഒരു ബോൾ വെക്കുന്നതിനെ തുടർന്ന് ആ ഫാബ്രിക്കിന് ഒരു കർവേച്ചർ രൂപപ്പെടും. നമ്മൾ എന്നിട്ടൊരു ബോൾ അതിന് ചുറ്റും കറക്കി വിടുകയാണെങ്കിൽ ആ ബോൾ കറങ്ങി ആ ഒരു മാസ്സുള്ള വസ്തുവിലേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഇതുപോലെ തന്നെ വളരെ മാസ്സുള്ള വസ്തുക്കൾ സ്പേസിനെ കർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കർവേച്ചറാണ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണമായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം പറയുന്നത്. നമുക്ക് ബ്ലാക്ക് ഹോളുകളുടെ അടുത്തേക്ക് നമുക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ന്യൂട്ടൻ്റെ ലോ പരാജയപ്പെടുത്തുന്ന നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവിടെ പരാജയപ്പെടാതെ വർക്ക് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ രസകരമായിട്ടുള്ള ഫാക്ടർ, നമ്മുടെ നക്ഷത്രങ്ങളെപ്പോലെ തന്നെ ബ്ലാക്ക് ഹോളുകൾക്കും അവിടെ അന്ത്യം സംഭവിക്കാറുണ്ട്. ബ്ലാക്ക് ഹോളുകളുടെ അന്ത്യം സംഭവിക്കുന്നത് ഹോക്കിങ്സ് റേഡിയേഷൻ മൂലമാണ്. അതായത് ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റുകൾ മൂലം ബ്ലാക്ക് ഹോളുകളിൽ തെർമൽ റേഡിയേഷൻ പുറന്തള്ളാറുണ്ട് ഇവന്റ് ഹൊറൈസണോട് ചേർന്ന്. അതായത് ഒരു പാർട്ടിക്കിൾ ആൻറ്റി പാർട്ടിക്കിൾ പെയർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിൽ ഒരു പെയർ ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുകയും മറ്റേ പെയർ ഹോക്കിങ്സ് റേഡിയേഷനായി സ്പേസിലേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഏതൊരു മാസ്സുള്ള വസ്തുവിനെയും ഷോർട്ട്സൈഡ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് ഹോളായിട്ട് രൂപം മാറ്റുവാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് സൂര്യനെക്കാളും 3 മടങ്ങ് മാസ്സുള്ള ന്യൂട്രോൺ നക്ഷത്രങ്ങൾ മാത്രമാണ് ബ്ലാക്ക് ഹോളുകളായിട്ട് രൂപം മാറാറുള്ളതെന്ന്? അതിൻ്റെ കാരണം, ഇപ്പോൾ വളരെ മാസ് കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് നമ്മളൊരു ബ്ലാക്ക് ഹോൾ നിർമ്മിക്കുകയാണെന്ന് വിചാരിക്കുക. വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഹോക്കിങ്സ് റേഡിയേഷൻ കാരണം ആ ബ്ലാക്ക് ഹോൾ ഇവാപ്പറേറ്റ് ചെയ്ത് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് സൂര്യനെക്കാളും 3 മടങ്ങ് മാസ്സുള്ള നക്ഷത്രങ്ങൾ മാത്രം ബ്ലാക്ക് ഹോളുകളായിട്ട് പര്യവസാനിക്കുന്നത്. തിയററ്റിക്കലി നമുക്ക് ഷോർട്ട്സൈഡ് റേഡിയസ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു വസ്തുവിനെയും ബ്ലാക്ക് ഹോളുകളായിട്ട് മാറ്റാം. പക്ഷെ അത് നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അത് നിലനിൽക്കില്ല. ഹോക്കിങ്സ് റേഡിയേഷൻ മൂലം അത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അത് ഇവാപ്പറേറ്റായി ഇല്ലാണ്ടായി പോകും. നമ്മുടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ്ലി അത് പറയുക. നിങ്ങളത് പറയുന്ന സമയത്ത് മാത്രമേ എന്തെങ്കിലും വരുന്ന തെറ്റുകൾ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ യാതൊരു ഹെസിറ്റേഷനും കാണിക്കാതെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് പറയുക. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ. എല്ലാവരും സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ടാറ്റ.